അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ശരിയായ അറിവുകൾ ലഭിക്കാതെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതും ഊഹത്തെയും സങ്കല്പത്തെയും അടിസ്ഥാനമാക്കി കാര്യങ്ങൾ തീരുമാനിക്കുന്നതും ശരിയല്ല. ശരിയായ അറിവുകൾ ലഭിക്കാൻ അള്ളാഹു നൽകിയ മനുഷ്യൻ്റെ കഴിവുകൾ ശരിയായ രൂപത്തിൽ ഉപയോഗിച്ചോ എന്ന കാര്യം അള്ളാഹുവിൻ്റെ അടുക്കൽ വിചാരണ ചെയ്യപ്പെടുമെന്നാണ് സ്വഭാവ മര്യാദകളുടെ കൂട്ടത്തിൽ ഇനി പറയുന്നത്. ഒരു സംഭവം യഥാർത്ഥത്തിൽ നിങ്ങൾ കേൾക്കാതെ ആരോ പറഞ്ഞു കേട്ടതനുസരിച്ച് ഞാനത് കേട്ടു എന്ന രീതിയിൽ അവതരിപ്പിക്കുക, അതുപോലെ നേരിൽ കാണാത്തത് ഞാനത് കണ്ടു എന്ന രീതിയിൽ അവതരിപ്പിക്കുക, സംഭവിച്ചതിന് ദൃക്സാക്ഷിയാവാതെ അങ്ങനെയാണ് അവിടെ സംഭവിച്ചത് എന്ന് പറയുക. അധിക മനുഷ്യരിലും കണ്ടുവരുന്ന ഈ സ്വഭാവ ദൂഷ്യത്തെ അധിക്ഷേപിക്കുകയും അത് ഉപേക്ഷിക്കണമെന്നും കണ്ണും കാതും ഹൃദയവും ശരിയായ രീതിയിൽ ഉപയോഗിക്കണമെന്നും അതൊക്കെയും അള്ളാഹുവിൻ്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടുമെന്നുമാണ് ഇന്ന് പഠിക്കുന്ന 36-ാമത്തെ ആയത്തിൽ പറയുന്നത്. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ. നിനക്ക് അറിവില്ലാത്ത കാര്യങ്ങളെ നീ പിന്തുടരരുത്. ഖഫ എന്ന് പറഞ്ഞാൽ പിരടി, കഴുത്തിൻ്റെ പിൻഭാഗം എന്നാണ്. ഒരു സംഗതിയെ പിന്തുടർന്നു, പിൻപറ്റി എന്ന അർത്ഥത്തിലാണ് ഇത് ഉപയോഗിക്കുക. ഇവിടെ അന്ധമായി ഒരു സംഗതിയെ പിന്തുടരുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. വല തഖ്ഫു, നീ പിന്തുടരുകയും ചെയ്യരുത്, മാ ലൈസ ലക ബിഹി ഇൽമുൻ, നിനക്ക് അറിവില്ലാത്ത കാര്യത്തെ. പല വിധത്തിൽ ആളുകൾ അറിയാത്ത കാര്യങ്ങൾ ഏറ്റെടുത്ത് സംസാരിക്കാറുണ്ട്. ചിലപ്പോൾ ഒരു സദസ്സിൽ ആളാവാൻ വേണ്ടി, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരാളോടുള്ള അസൂയയുടെയോ വെറുപ്പിൻ്റെയോ പേരിൽ അയാളെക്കുറിച്ചുള്ള ഊഹങ്ങൾ പ്രചരിപ്പിക്കുക, അല്ലെങ്കിൽ വെറും ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വിഷയത്തിൽ തീരുമാനം പറയുക. നമ്മുടെ പൂർവികന്മാർ പറഞ്ഞത് അതാണ്, അതുകൊണ്ട് ആര് എന്തൊക്കെ പറഞ്ഞാലും അത് ഞാൻ മാറ്റുകയില്ല, അത് തന്നെ ഞാൻ സ്വീകരിക്കുകയുള്ളൂ എന്ന അന്ധമായ അനുകരണം. ഇതൊക്കെ ഈ പറഞ്ഞ കൂട്ടത്തിൽ പെടുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, ബിഇസ മതിയ്യത്തുർ റജുലി സഅമു, ആളുകൾ അങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന മനുഷ്യരുടെ വാഹനം എത്ര മോശമാണ്. അതായത് ശരിയായ അറിവ് കൂടാതെ ആളുകൾ അങ്ങനെയൊക്കെ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവാദിത്തം മറ്റുള്ളവരുടെ മേലിൽ കെട്ടിവെക്കുന്നത് വളരെ മോശമാണ്. സ്വന്തമായി ഒരു കാര്യം ബോധ്യപ്പെടാതെ ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിലോ മറ്റുള്ളവർ പറയുന്നത് കേട്ടുകൊണ്ടോ ഒരു കാര്യം നിർണയിക്കുന്നത് തെറ്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആരെങ്കിലും ദീനിൻ്റെ കാര്യത്തിൽ സംശയം ചോദിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാത്ത കാര്യമാണെങ്കിൽ ജിബ്രീൽ മുഖേന അള്ളാഹുവിൽ നിന്ന് അക്കാര്യം ഉറപ്പുവരുത്തിയ ശേഷമാണ് അതിന് മറുപടി പറഞ്ഞിരുന്നത്. അതുപോലെ ഒരു മനുഷ്യൻ തനിക്ക് ആവശ്യമില്ലാത്തതോ താനുമായി ഒരു നിലക്കും ബന്ധമില്ലാത്തതോ ആയ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നതും ഈ പറഞ്ഞതിൽപ്പെടും. ഈ കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഇടപെടുമ്പോഴൊക്കെ ആളുകൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. എത്രയോ മനുഷ്യർ ഊഹങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വിമർശനങ്ങളും നിരൂപണങ്ങളും ആക്ഷേപങ്ങളുമൊക്കെ അറിവില്ലാതെ പറഞ്ഞുകൊണ്ട് വഴിവിട്ടു പോകുന്നത് പലപ്പോഴും ഈ രംഗത്തൊക്കെ നാം കാണുന്നതാണ്. ചില കാര്യങ്ങൾ നേരിട്ട് പഠിക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവും. ആ സംഗതികളെക്കുറിച്ച് അറിവുള്ളവരിൽ നിന്ന് അത് പഠിക്കേണ്ടി വരും. എന്നാൽ മനുഷ്യന് അറിയേണ്ട കാര്യങ്ങൾ അറിയാൻ മാർഗങ്ങൾ ഉണ്ടായിരിക്കെ അതിന് ശ്രമിക്കാൻ അവസരമുണ്ടായിട്ടും അത് പഠിക്കാത്തതും മനസ്സിലാക്കാത്തതും തെറ്റായ കാര്യമാണ്. ഉത്തമ ഗുണങ്ങൾ എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സത്യവിശ്വാസികളോടുമായിട്ടാണല്ലോ പറയുന്നത്. സത്യവും അസത്യവും മനസ്സിലാക്കാനുള്ള കണ്ണും കാതും ബുദ്ധിയും ഉപയോഗിച്ച് കാര്യങ്ങൾ ഗ്രഹിക്കാൻ ശ്രമിക്കണമെന്നും അതിനു പകരം അന്ധമായി അനുകരിക്കുകയല്ല വേണ്ടത് എന്നുമാണ് ഈ ആയത്തിൽ സൂചിപ്പിക്കുന്നത്. മനുഷ്യന് കണ്ണും കാതും ചിന്തയും നൽകിയിട്ടുള്ളത് വെറുതെ ആരെങ്കിലും പറയുന്നത് കാണാനും കേൾക്കാനുമല്ല, അനുകരിക്കാനുമല്ല, മറിച്ച് തെറ്റേത് ശരിയേത് എന്ന് കാര്യങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മനുഷ്യർക്ക് കണ്ണും കാതും ചിന്താശേഷിയും നൽകപ്പെട്ടിട്ടുള്ളത്. അതങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ, തീർച്ചയായും കേൾവിയും കാഴ്ചയും ചിന്താശേഷിയും കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, അവയെല്ലാം തന്നെ ചോദിക്കപ്പെടുന്നതാണ്. ഫുആദ് എന്നാൽ ഹൃദയം എന്നാണ് അർത്ഥം പറയാറുള്ളത്. ചിന്തിക്കുന്ന മനസ്സ് അല്ലെങ്കിൽ ബുദ്ധി എന്നാണ് ഉദ്ദേശിക്കുന്നത്. മറ്റു ജീവികൾക്ക് നൽകപ്പെട്ട പോലെയല്ല മനുഷ്യന് കണ്ണും കാതും ചിന്തയും നൽകപ്പെട്ടിട്ടുള്ളത്.
അതുകൊണ്ട് കാഴ്ചയും കേൾവിയും ചിന്തയും ശരിയായ രൂപത്തിൽ സത്യം മനസ്സിലാക്കാനും അസത്യം തള്ളിക്കളയാനും ഉപയോഗിച്ചോ എന്ന കാര്യം അള്ളാഹു ചോദിക്കുക തന്നെ ചെയ്യുമെന്നാണ് ആയത്ത് അവസാനിപ്പിച്ചുകൊണ്ട് ഇവിടെ പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.